യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് തൃപ്പൂണിത്തുറയിലുള്ള എല്ലമ്മനിലാണ്. ഐ തിങ്ക് എല്ലമ്മൻ ഈസ് ഫേമസ് എമംഗ് എവറി വൺ ഇൻ കൊച്ചി. കൊച്ചിക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലമ്മൻ അറിയാൻ പാടില്ലാത്തൊരു വളരെ റെയർ ആയിരിക്കും. ഐ തിങ്ക് എന്തായാലും ഒരു മോർ ദാൻ 5 years ആയിട്ടുണ്ടാവും ഇത് ഓപ്പൺ ചെയ്തിട്ട്. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം വിസിറ്റ്. ഞാനൊരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഇവിടെ പോയത്. ഒരു 3:30 ശേഷമാണ്. വൈകുന്നേരം നല്ല മഴയൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡുകൾ കഴിക്കാനുള്ള ക്രേവിങ്സ് ഭയങ്കര കൂടുതലായിരിക്കില്ലേ. അങ്ങനെ മഴയൊക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കാണ് നല്ല നല്ല ഫുഡ് കഴിക്കാനായിട്ടുള്ളൊരു തോന്നൽ വന്നത്. അപ്പോൾ എവിടെ പോകുമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഇപ്പോൾ റീൽസ് ചെക്കൗട്ട് ചെയ്യാറില്ലേ പതിവ്. അങ്ങനെ റീൽസ് നോക്കി വന്നപ്പോഴത്തേക്കാണ് ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലമ്മൻ്റെ വീഡിയോ എൻ്റെ കണ്ണിൽപ്പെട്ടത്. എനിക്കൊരു റീതിങ്കിങ് വന്നില്ല. ഞാൻ ഓർത്ത് എന്തായാലും ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈം ട്രൈ ആണ്. അപ്പോൾ ഇത്രയും ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കും, ഇവിടെ തന്നെ പോകാമെന്ന് ഓർത്തു. ഇതൊരു റിവർ സൈഡ് കഫേ ആണ് കേട്ടോ. ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ് കൂടുതലും ഇവിടെ അന്വേഷിച്ച് പിടിച്ച് വരാറുള്ളത്. ബിക്കോസ് നമ്മൾ ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു ഒതുങ്ങിയ സ്ഥലത്തുള്ളൊരു കഫേയാണ്. ഒരു മസ്റ്റ് ട്രൈ പ്ലേസ് തന്നെ പറയാം കേട്ടോ. ഞാൻ കുറേ നേരത്തെ മെനു കാർഡ് പഠിച്ചതിന് ശേഷം വി ഹാഡ് ഓർഡർ 3 things. ഇതിൻ്റെ പേര് പ്യുവർലി ഞാൻ പറയുന്നതിന് ആവണമെന്നില്ല കേട്ടോ. ദിസ് ഈസ് ഒരു ഹണി ഗ്ലേസ്ഡ് ചിക്കൻ വിത്ത് റൈസ് ബൗളായിരുന്നു. ദെൻ ദ അതർ വൺ ദിസ് ഈസ് സ്ട്രിപ്സ്, ഡുഡുന് സ്ട്രിപ്സ്, നമ്മുടെ ചിക്കൻ, ഇതൊക്കെ കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ പ്രോൺസ് പാസ്ത ആയിരുന്നു. ഒതൻറ്റിക്കലി നെയിം ഇത് കൊടുത്തിരിക്കുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിവേ മൂന്നും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നില്ല, എനിക്ക് ആ ഫീൽ വീണ്ടും കിട്ടി കേട്ടോ. ഇതൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു റൈസ് കോംബോ ആയിരുന്നു. ആൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സ്ട്രിപ്സ് ആണ്. നമ്മുടെ KFC കഴിക്കുന്ന അല്ലെങ്കിൽ ചിക്കൻ കഴിക്കുന്ന ഒരു സ്ട്രിപ്സ് പോലെയല്ല, അതിലും കുറേ കൂടി നല്ല ഫ്ലേവറാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഈവൻ ദ പാസ്തനോ അത് ഭയങ്കര ക്രീമി ആയിരുന്നു. പ്രോൺസിൻ്റെ ആണെങ്കിലും ഒരു ഫ്ലേവറും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. സ്ട്രിപ്സ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സൈസും ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. ആൻഡ് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് കേട്ടോ, ബ്ലൂ ഹവായി സംതിങ് ലൈക്ക് ദാറ്റ്. എന്തായാലും അതും അടിപൊളിയായിരുന്നു. നമ്മുടെ സോഡയുടെ അതിപ്രസരവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. ഈവൻ ടേസ്റ്റ് വൈസ് വാസ് ഓൾസോ ഗുഡ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വൈസ് നോക്കുമ്പം ദ ക്വാളിറ്റി ഈസ് എക്സ്ട്രീംലി ഹൈ, ബട്ട് ക്വാണ്ടിറ്റി ലേശം കുറവാണ് കേട്ടോ. ആൻഡ് ദിസ് ഈസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. ബട്ട് എനിവേ ടേസ്റ്റ് വൈസ് ഐ റിയലി ലൈക്ക് ഇറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച അവസാനം എന്താ നമ്മുടെ പ്ലേറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. ആ ഫുഡിൽ ഒന്നും തന്നെ വേസ്റ്റ് ആക്കാനുണ്ടായിരുന്നില്ല. എവറിത്തിങ് നമുക്ക് എഡിബിൾ ആയിരുന്നു. നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ദെൻ അതിൻ്റെ ഇടയ്ക്ക് ഡൂഡു ഒന്ന് അവിടെ ഒരു പഴയ വണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ കയറി ഒന്ന് ട്രൈ ഔട്ട് ചെയ്തു. പിന്നെ ഇവിടെ ഒരുപാട് ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു 3:30 കഴിഞ്ഞപ്പോഴാണ് വന്നത്. ഈവൻ എല്ലാ ഫുഡ് ഐറ്റംസും അപ്പോൾ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് ടൈമൊക്കെ എടുത്താണ് അവരുണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ല ഹോട്ടായിട്ട് തന്നെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 6 o'clock ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതുവരെ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചു, കുറച്ച് നേരം പുറത്തുകൂടെയൊക്കെ നടന്നു. പിന്നെ ഒരുപാട് ഇവൻറ്റ്സ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലൊരു ഡോറ് ഉണ്ടോ, ആ ഡോറിൽ ഉള്ളിലായിട്ട് ദർ വാസ് സം ആർട്ട് എക്സിബിഷൻ ഓർ സംതിങ് വാസ് ഹാപ്പനിങ്. അത് നമ്മുടെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നവർ വന്ന് ഇൻവൈറ്റ് ചെയ്തു, പക്ഷെ നമ്മൾ കയറി കണ്ടൊന്നുമില്ല. അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നവർക്ക് എൻ്റർടൈൻ ചെയ്യാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇറങ്ങി. ഈ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്രാവശ്യം നമ്മൾ 2 വീലറിനാണ് വന്നത്. അതുകൊണ്ട് അടുത്തൊരു മഴ പെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ടാറ്റ ബൈ ബൈ പറയാമെന്ന് ഓർത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അങ്ങനെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.